നമസ്കാരം, ന്യൂട്രൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത്തവണ ഞാൻ പ്ലാന്റ്സ് വാങ്ങിയിരിക്കുന്നത് മൂവാറ്റുപുഴയിലെ സുർമീസ് ഗാർഡനിൽ നിന്നാണ്. ഇത് ഒരു ഹോം നഴ്സറിയാണ്. ഞാൻ ഇതിനു മുമ്പും ഇവരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്, അതും അഫോർഡബിൾ റേറ്റിൽ. നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. അഡ്രസ്സൊക്കെ എഴുതി സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലാന്റ്സ് ഹാൻഡിൽ വിത്ത് കെയറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഗരുഡ. ഇത് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പ്ലാന്റാണ്. അതെനിക്കൊരു 4 ലീഫിൻ്റെ പ്ലാന്റിന് 350 റുപ്പീസിനാണ് കിട്ടിയത്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഒരു 3 മാസമായിട്ടുണ്ട്. നല്ല രസമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായില്ലേ? അപ്പോൾ നല്ല പ്ലാന്റ്സാണ് ഇവർ വിൽക്കുന്നത്. ഇത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ പിങ്ക് ലിപ്സ്റ്റിക്ക്. ഇത് ഇപ്പോൾ പുതിയ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയുള്ള ഈ ഷൂട്ടിൻ്റെ അത്രയുള്ള 4-5 ലീഫുള്ളൊരു പ്ലാന്റാണ് എനിക്ക് അന്ന് കിട്ടിയത്. അത് 150 റുപ്പീസിനാണ് ഞാൻ മേടിച്ചത്. ഇപ്പം നോക്കിയേ, 3 മാസം കൊണ്ട് നല്ല രസമായിട്ടത് വളർന്നു വരികയും ചെയ്തു. പുതിയ തൈയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇത്തവണത്തെ ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ റാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോ പ്ലാന്റ്സും സെപ്പറേറ്റായിട്ട് അത് കാർഡ്ബോർഡിൻ്റെ റാപ്പിൽ തന്നെ പൊതിഞ്ഞേക്കണത്. ചെടികൾക്ക് ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 ചെടി ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിനകത്ത് വേറൊരു കവറിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുവാണ്. അതിൽ 3 ചെടിയുണ്ട് കേട്ടോ. 3 ചെടിയാണ് ഈ ഒരു പാക്കിൽ വെച്ചേക്കുന്നത്. ദേ കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതൊരു പെഡിലാന്തസ്. അത് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ്. പെഡിലാന്തസിൻ്റെ നാരോ ലീഫ്. ഇതൊരു പ്ലാന്റിന് 10 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഈ പെനിവർട്ട്, ഇത് ഞാൻ പേ ചെയ്തതല്ല, ഇത് ഫ്രീ ആയിട്ട് വെച്ചതാണ്. പിന്നെ ഇതൊരു ഈ ചെടിയുടെ പേരെനിക്കറിയില്ല. അറിയെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇത് ഒരു സൈഡിൽ മാത്രമേ, ഈ സ്റ്റെമ്മിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ലീഫ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് വലുതായി വരുമ്പോൾ ഇതുപോലെ ഒരു സ്പൈറലായിട്ട് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരെനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്നോ വൈറ്റ് അല്ല, സൂപ്പർ വൈറ്റ്. ഇതൊരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു മെച്യൂർഡ് പ്ലാന്റിന് നമുക്ക് 1000 റുപ്പീസൊക്കെ വില വരും. അപ്പോൾ നമുക്ക് അഗ്ലോണിമാസ് കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വലിയ വില എടുത്ത് വാങ്ങാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിനെനിക്ക് 200 റുപ്പീസാണ് വന്നത്. കണ്ടോ, ഇത് 3 ലീഫുണ്ട്. ഇത് നമ്മൾ വളർത്തി വലുതാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് നമ്മൾ ആ പോട്ടിൽ തന്നെ കുറച്ച് നാൾ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പുതിയ ഷൂട്ട് വരുമ്പോൾ നമ്മൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി. കണ്ടോ, ഇത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ മണ്ണൊന്നും പോകാതെ സൂക്ഷിച്ച് തന്നെ അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് തന്നെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ചെടികൾക്കൊന്നും കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് കൊണ്ട് തന്നെ റാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ന്യൂസ് പേപ്പറിൽ റാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഇത് വെരിഗേറ്റഡ് പെപ്രോമിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നമുക്ക് ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നിന്നോളും. കണ്ടോ, ഇതിന് വാട്ടറിങ് അധികം ആവശ്യമില്ല കേട്ടോ. ഇല്ലെങ്കിൽ പെപ്രോമിയ വെറൈറ്റീസ് വാട്ടറിങ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നശിച്ചു പോകും, ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വാട്ടറിങ് അധികം ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റിയാണ് പെപ്രോമിയ.
ഇതിനെനിക്ക് 50 റുപ്പീസാണ് കേട്ടോ ആയത്. പിന്നെ ഈ നഴ്സറിയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ കിട്ടിയിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയാണ്, ഫ്രഷാണ്. കണ്ടോ, നല്ല രസമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.